കേരളത്തിന്റെ വികസനങ്ങൾ എടുത്തു പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് വൈദ്യുതിയുടെ കാര്യം. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നതിന്റെ നേട്ടം സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ടതാണ്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും കേരളം മറന്നിട്ട് ഇന്നേക്ക് 8 വർഷം പിന്നിട്ടു. വിവിധ കാലയളവിൽ അധികാരത്തിലെത്തിയ UDF സർക്കാരുകളാണ് ഈ വാക്കുകൾ മലയാളികളുടെ പേടി സ്വപ്നമാക്കിയത്. ആദ്യം അരമണിക്കൂർ പവർ കട്ട്, പിന്നീടത് 1 മണിക്കൂറാക്കി. അതിനുശേഷം ഏത് നിമിഷവും കറണ്ട് പോകുന്ന അവസ്ഥയിൽ എത്തിച്ചാണ് UDF സർക്കാർ പടിയിറങ്ങിയത്. എന്നാൽ അതിനെയെല്ലാം മറികടന്ന് ലോഡ് ഷെഡിംഗ് രഹിത കേരളം സൃഷ്ടിച്ചത് പിണറായി സർക്കാരാണ്. UDF സർക്കാർ എഴുതി തള്ളിയ കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കിയാണ് LDF സർക്കാർ കേരളത്തെ പവർ കട്ടിൽ നിന്നും രക്ഷിച്ചത്. പദ്ധതി നടപ്പാക്കാൻ ഇറങ്ങിയപ്പോൾ തടയാൻ ശ്രമിച്ചതും UDF തന്നെ. കഴിഞ്ഞ 8 വർഷമായി വേനൽക്കാലം എത്തുമ്പോൾ KECB പ്രതിസന്ധിയിലാകാറുണ്ട്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ തിരിച്ചടികളും KECBനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 767.71 കോടി രൂപയുടെ നഷ്ടമാണ് KECBക്ക് ഉണ്ടായത്. ഈ കടം സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ബോർഡിന് തുണയായി. 2014-15 കാലയളവിൽ UDF സർക്കാർ ഒപ്പുവെച്ച ദീർഘകാല കരാർ ടെൻഡർ നടപടികൾ പാലിക്കുന്നതിലും കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും വീഴ്ച വരുത്തിയെന്ന കാരണത്താൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കി. ഇത് സംസ്ഥാനത്തിന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. മഴക്കുറവും വേനൽക്കാലത്തെ വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ വർധനയും സൃഷ്ടിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ 20 മെഗാവാട്ടിനുള്ള ഹ്രസ്വകാല കരാറിന് സംസ്ഥാന സർക്കാർ രൂപം നൽകി. റെഗുലേറ്ററി കമ്മീഷൻ അനുമതിയും ലഭിച്ചു. വൈദ്യുതി വാങ്ങുന്നതിനുള്ള ടെൻഡർ നടപടികൾക്ക് തുടക്കവും ഇട്ടു. എന്നാൽ ഇപ്പോൾ വൈദ്യുതി ഉപയോഗം റെക്കോർഡിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കനത്ത ചൂടിൽ തുടർച്ചയായ 2ാം ദിവസവും സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകലാ റെക്കോർഡിലേക്കാണ്. ബുധനാഴ്ച 10.46 കോടി യൂണിറ്റാണ് ഉപയോഗം. ചൊവ്വാഴ്ചത്തെ 10.38 കോടി യൂണിറ്റ് ഉപയോഗമെന്ന റെക്കോർഡാണ് മറികടന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മുതൽ രാത്രി 11 വരെ 5301 മെഗാവാട്ട് കറന്റ് ആവശ്യകതയുണ്ടായി. ഇതിൽ ബുധനാഴ്ച നേരിയ കുറവും സംഭവിച്ചു. 5197 മെഗാവാട്ട് ആയിരുന്നു. ഇനി വരും കാലത്ത് ഇതിലും വലിയ പ്രതിസന്ധി വന്നാലും നേരിടാനുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയം.